ഓർഗനൈസേഷൻ തിയറി ആൻഡ് ബിഹേവിയർ എന്ന ടോപ്പിക്കിലെ യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു ഓർഗനൈസേഷനാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിനെയാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ആളുകളുടെയും അവരുടെ ആക്ടിവിറ്റീസിനെയും ഒക്കെ ഗ്രൂപ്പ് ചെയ്യാനും അതുപോലെ തന്നെ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി ഇതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനും ഒക്കെ ഒരു മാനേജർ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് എടുക്കുന്നുണ്ട്. ഫ്രീമാൻ ആൻഡ് ഗിൽബർട്ട് ഓർഗനൈസേഷനെ ഡിഫൈൻ ചെയ്യുന്നത് ഒരു സ്പെസിഫിക് ഗോൾ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി രണ്ടോ അതിലധികമോ ആളുകൾ വർക്ക് ചെയ്യുന്നതിനെയാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇനിയും ഓർഗനൈസേഷൻ്റെ കോൺസെപ്റ്റ് രണ്ട് ഓർഗനൈസേഷൻ കോൺസെപ്റ്റാണുള്ളത്. ഒന്നാമത്തേത് സ്റ്റാറ്റിക് കോൺസെപ്റ്റും രണ്ടാമത്തേത് ഡൈനാമിക് കോൺസെപ്റ്റും. അങ്ങനെ രണ്ട് കോൺസെപ്റ്റാണ് ഉള്ളത്. അതിൽ സ്റ്റാറ്റിക് കോൺസെപ്റ്റിൽ പറയുന്നത് ഒരു ഓർഗനൈസേഷനെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റി അതും അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് റിലേഷൻഷിപ്പിൻ്റെ ഒരു നെറ്റ്വർക്കായിട്ടാണ് സ്റ്റാറ്റിക് കോൺസെപ്റ്റിൽ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഒരു കോമൺ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഫോർമൽ റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യുന്നതിനെയാണ് സ്റ്റാറ്റിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പൊസിഷനാണ്. ഇൻഡിവിജ്വൽസിനെക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പൊസിഷനാണ്. അടുത്ത കോൺസെപ്റ്റാണ് ഡൈനാമിക് കോൺസെപ്റ്റ്. ഇതിൽ ഓർഗനൈസേഷനെ ഒരു ഓൺഗോയിങ് പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ഓൺഗോയിങ് ആക്ടിവിറ്റി ആയിട്ടാണ് പറയുന്നത്. ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ആക്ടിവിറ്റീസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നു. അത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഗ്രൂപ്പുകളിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ഇൻഡിവിജ്വൽസിന് ആ ഒരു ആക്ടിവിറ്റീസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അപ്പം ഇത് എന്ന് പറയുന്നത് ഒരു ഓൺഗോയിങ് ആക്ടിവിറ്റി ആയിട്ടാണ് പറയുന്നത്. ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇൻഡിവിജ്വൽസിനാണ്. സ്റ്റാറ്റിക് കോൺസെപ്റ്റിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പൊസിഷനാണെങ്കിൽ ഡൈനാമിക് കോൺസെപ്റ്റിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇൻഡിവിജ്വൽസിനാണ്. ഇനി മാനേജ്മെൻറ്റിൻ്റെ ബേസിക്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കൂൺസ് മാനേജ്മെൻറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് മാനേജ്മെൻറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ വിത്ത് പീപ്പിൾ ഇൻ ഫോർമലി ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്സ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ കോപ്പറേഷനിലൂടെ അവരെ അല്ലെങ്കിൽ കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ വർക്ക് ചെയ്യിപ്പിക്കുന്നതിനുള്ള ഒരു ആർട്ടിനെയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. കോപ്പറേഷൻ ഉറപ്പാക്കിക്കൊണ്ട് ആളുകളെ വർക്ക് ചെയ്യിപ്പിച്ച് ഗോൾ അച്ചീവ് ചെയ്യുന്ന ഒരു ആർട്ടാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റിനെ ഒരു ആർട്ടായിട്ടും അതുപോലെ തന്നെ പ്രോസസ്സായിട്ടും അതുപോലെ തന്നെ ഡിസിപ്ലിൻ അല്ലെങ്കിൽ ബോഡി ഓഫ് നോളജ് ആയിട്ടും പറയപ്പെടാറുണ്ട്. ഇനി ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ആണ് നോക്കുന്നത്. ഇപ്പം ഒരു ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റിന് പല ലെവൽസാണുള്ളത്. ലെവൽ എന്ന് പറയുമ്പം ആളുകളെ ഒരു സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നത് ഓർഗനൈസേഷൻ്റെ മാനേജീരിയൽ പൊസിഷനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു രീതിയാണ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റിന് രണ്ട് ലെവൽസാണ് ഉള്ളത്. അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് ആൻഡ് ഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ലെവൽ. അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് ലെവൽ എന്ന് പറയുന്നത് തിങ്കിങ് ഫങ്ഷനാണ് ചെയ്യുന്നത്. അതായത് പോളിസി ഡിറ്റർമൈൻ ചെയ്യുന്നു, പ്രൊഡക്ഷൻ പ്ലാനിങ് നടത്തുന്നു, സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നു. ഇതൊക്കെയാണ് തിങ്കിങ് ഫങ്ഷൻ ഉൾക്കൊള്ളുന്ന അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റിൽ ചെയ്യുന്നത്. എന്നാൽ ഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് തിങ്കിങ് ഫങ്ഷൻ അല്ല, ഡൂയിങ് ഫങ്ഷനാണ് അവർ ചെയ്യുന്നത്. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു ടീമാണ് ഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റിൽ ഉള്ളത്. ഗോൾസും ഇതൊക്കെ സെറ്റ് ചെയ്യുക, അതുപോലെ തന്നെ പ്രോപ്പർ ഡിസിഷൻ പ്രോപ്പർ ടൈമിൽ എടുക്കുക, ഇതൊക്കെയാണ് ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി. ഇനി മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ജനറൽ മാനേജേഴ്സ്, ബ്രാഞ്ച് മാനേജേഴ്സ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാനേജേഴ്സ്. ഇപ്പം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, സെല്ലിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അങ്ങനെ പല ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും മാനേജേഴ്സ് ഇവരൊക്കെയാണ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൽ വരുന്നത്. അപ്പം അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ടോപ്പ് മാനേജ്മെൻറ്റിനോട് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടബിളാണ്.
ഓക്കെ, ടോപ്പ് മാനേജ്മെൻറ്റ് എടുത്ത പ്ലാൻസ് ആൻഡ് പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ റോള്. അപ്പം ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെയും ലോവർ ലെവൽ മാനേജ്മെൻറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജായിട്ടാണ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ആക്ട് ചെയ്യുന്നത്. ഇനി അടുത്തത് ഈ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റീസ്. ഒന്നാമത്തേത് ടോപ്പ് മാനേജ്മെൻറ്റിനോട് റിപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ സൂപ്പർവൈസേഴ്സിന് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. സൂപ്പർവൈസേഴ്സ് വരുന്നത് ലോവർ ലെവൽ മാനേജ്മെൻറ്റിലാണ്, അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. അതുപോലെ ലോവർ ലെവൽ മാനേജ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിക്കുക. പിന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെയും കൂടെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു എൻറ്റയർ ഓർഗനൈസേഷൻ്റെ സ്മൂത്ത് റണ്ണിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുക. ഇതൊക്കെയാണ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഡ്യൂട്ടീസ്. ഇനിയും അടുത്ത ലെവലാണ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ലോവർ ലെവൽ മാനേജ്മെൻറ്റിനെ സൂപ്പർവൈസറി മാനേജ്മെൻറ്റ് എന്നും പറയുന്നു, ഇതിനെ ഓപ്പറേറ്റിംഗ് മാനേജ്മെൻറ്റ് എന്നും പറയുന്നു. അപ്പം ഇതിനകത്ത് സൂപ്പർവൈസറി ലെവലെന്ന് പറയാൻ കാരണം സൂപ്പർവൈസേഴ്സും വർക്കേഴ്സും ഓരോ സെക്ഷൻ ലീഡേഴ്സ് ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഇവരുടെ ഡ്യൂട്ടീസ് എന്താണെന്ന് ചോദിച്ചാൽ എംപ്ലോയീസിന് ടാസ്കിനെ ഡിഫൈൻ ചെയ്യുക, അല്ലെങ്കിൽ ടാസ്കിനെ അസൈൻ ചെയ്ത് കൊടുക്കുക, എംപ്ലോയീസിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ ഗൈഡ് ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക, പിന്നെ പ്രൊഡക്ഷൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എൻഷുർ ചെയ്യുക. ഇതൊക്കെയാണ് ലോവർ ലെവൽ മാനേജ്മെൻറ്റിൽ വരുന്നത്. ഇതിനെ സൂപ്പർവൈസറി ലെവൽ മാനേജ്മെൻറ്റ് എന്നും പറയുന്നു. അടുത്തത് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. 1841 ഫ്രാൻസിൽ ജനിച്ച ഹെൻറി ഫയോൾ എന്ന വ്യക്തിയാണ് ജനറൽ തിയറി ഓഫ് മാനേജ്മെൻറ്റ് എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഒരു ബിസിനസ് എഫിഷ്യൻ്റ്ലി അത് റണ്ണ് ചെയ്യണമെങ്കിൽ 14 പ്രിൻസിപ്പിൾസ് ആവശ്യമാണെന്ന് ഈ ഹെൻറി ഫയോൾ സജസ്റ്റ് ചെയ്യുന്നു. അപ്പം അതേതൊക്കെയാണെന്ന് നോക്കാം. അതിലെ ഒന്നാമത്തെ തിയറിയാണ് ഡിവിഷൻ ഓഫ് ലേബർ അഥവാ സ്പെഷ്യലൈസേഷൻ. ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുമ്പം ടോട്ടൽ വർക്ക് ബേർഡനെ ലൈറ്റൻ ചെയ്യാൻ വേണ്ടി ടോട്ടൽ ടാസ്കിനെ ഡിവൈഡ് ചെയ്യുന്നു. അതുപോലെ ഒരാൾ തന്നെ എല്ലാം ചെയ്യുന്നതിന് പകരം ഒരാൾക്ക് ഒരു ജോലി കൊടുത്തുകൊണ്ട് അതിൽ അയാൾ സ്പെഷ്യലൈസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് ഡിവിഷൻ ഓഫ് ലേബർ. ഇത് ഒരു ജോലിയിൽ നിന്ന് വേറൊരു ജോലിയിലേക്ക് മാറുമ്പോഴുള്ള ടൈം വേസ്റ്റേജും അതുപോലെ തന്നെ എഫേർട്ടിനെയൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും ഈ ഡിവിഷൻ ഓഫ് ലേബർ. അതായത് ടോട്ടൽ ടാസ്കിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് പലർക്കായിട്ട് അസൈൻ ചെയ്തു കൊടുക്കുന്നു. അതാണ് ഇപ്പോൾ ഫയോൾ പറയുന്നത് മാനേജീരിയൽ ആയിട്ടുള്ളതും ടെക്നിക്കലായിട്ടുള്ളതുമായ എല്ലാ തരത്തിലുള്ള വർക്കിനും സ്പെഷ്യലൈസേഷനും ഡിവിഷൻ ഓഫ് വർക്കും അപ്ലൈ ചെയ്യണമെന്നാണ് ഹെൻറി ഫയോൾ പറയുന്നത്. അടുത്ത തിയറിയാണ് പാരിറ്റി ബിറ്റ്വീൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി എന്ന് പറയുന്നത് പവർ ടു കമാൻഡും റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഓബ്ലിഗേഷനുമാണ്, ചെയ്യാനുള്ള കാര്യങ്ങളുമാണ്. ഫയോൾ പറയുന്നത് ആളുകൾ റെസ്പോൺസിബിലിറ്റിയെ പേടിക്കുകയും അല്ലെങ്കിൽ ഭയക്കുകയും അതോറിറ്റിയെ അന്വേഷിക്കുകയും ചെയ്യുന്നവരാണെന്നാണ് ഫയോൾ പറയുന്നത്. അപ്പം ഒരു നല്ല ലീഡറിന് റെസ്പോൺസിബിലിറ്റിയെ അക്സെപ്റ്റ് ചെയ്യാനുള്ള കറേജ് ഉണ്ടായിരിക്കണം എന്നാണ് ഫയോൾ പറയുന്നത്. റെസ്പോൺസിബിലിറ്റി കൂടാതെ ഉള്ള അതോറിറ്റി ഇറസ്പോൺസിബിൾ ബിഹേവിയറിലേക്ക് നയിക്കുകയും അതോറിറ്റി കൂടാതെയുള്ള റെസ്പോൺസിബിലിറ്റി ഒരാളെ ഇൻഎഫക്റ്റീവ് ആക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം അഡ്വക്കേറ്റ് ചെയ്യുന്നു. അപ്പം അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പവർ ടു കമാൻഡാണ്, റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഒബ്ലിഗേഷനാണ്. അടുത്തതാണ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഒബീഡിയൻസ് അല്ലെങ്കിൽ റെസ്പെക്റ്റ് ഓഫ് അതോറിറ്റി. ഒരു ബിസിനസ്സിൻ്റെ സ്മൂത്ത് റണ്ണിങ്ങിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഇപ്പം ഫയോൾ പറയുന്നത് എല്ലാ ലെവൽസിലും നല്ല സൂപ്പർവിഷൻ കൊണ്ടുവരിക, അതുപോലെ തന്നെ റൂൾസിനെ കുറിച്ചൊരു ക്ലാരിറ്റി കൊടുക്കുക, അതുപോലെ തന്നെ പണിഷ്മെൻറ്റും റിവാർഡും കൊടുക്കുക. ഇതൊക്കെയാണ് ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങൾ. ഇതൊക്കെ ചെയ്തെങ്കിൽ നല്ലൊരു ഡിസിപ്ലിൻ ഒരു ഓർഗനൈസേഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. 4th പോയിൻ്റാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. ഈ പ്രിൻസിപ്പിൾ പറയുന്നത് ഒരു എംപ്ലോയി ഒരു സുപ്പീരിയറിൻ്റെ കയ്യിൽ നിന്ന് മാത്രം ഓർഡർ റിസീവ് ചെയ്യുക. അതായത് ഒരാൾ ഒരു ബോസിനോട് മാത്രം അക്കൗണ്ടബിൾ ആകുക.
ഒരാൾ ഒന്നിലധികം സുപ്പീരിയേഴ്സിൽ നിന്ന് ഓർഡേഴ്സ് റിസീവ് ചെയ്യുകയാണെങ്കിൽ ഓർഡേഴ്സ് തമ്മിലൊരു കോൺട്രാഡിക്ടറി എലമെൻറ്റ് വരികയും അവർ ചിന്തിക്കും ഏത് ബോസിൻ്റെ ഓർഡറാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് സബോർഡിനേറ്റ്സിന് മനസ്സിലാക്കാൻ കഴിയാതെ വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു ഓർഗനൈസേഷൻ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യണം. അടുത്തതാണ് യൂണിറ്റി ഓഫ് ഡിറക്ഷൻ. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ സെയിം ഒബ്ജക്റ്റീവുള്ള ഗ്രൂപ്പ് ആക്ടിവിറ്റീസിന് ഒരൊറ്റ ഹെഡും ഒരൊറ്റ പ്ലാനും മാത്രം ഉണ്ടായിരിക്കുക. അപ്പം ഗ്രൂപ്പ് ആക്ടിവിറ്റീസിൽ പല പ്ലാൻസും പല ഹെഡ്സും ഉണ്ടാകാതിരിക്കുക. അതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷനിൽ പറയുന്നത്. അപ്പോൾ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് ആളുകളുടെ ഫങ്ഷനിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതും യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ആക്ടിവിറ്റീസുമായി റിലേറ്റഡ് ആയിട്ടുള്ളതുമാണ്. അതായത് സെയിം ഒബ്ജക്റ്റീവ്സ് ഉള്ള ഓരോ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും ഒരൊറ്റ പ്ലാനും ഒരൊറ്റ സുപ്പീരിയറിൻ്റെ കൺട്രോളും മാത്രം ഉണ്ടായിരിക്കുക എന്നതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷനിൽ പറയുന്നത്. അടുത്തതാണ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. അതെന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ ഇഫക്റ്റീവ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഫംഗ്ഷനാണ് അവിടുത്തെ വർക്കേഴ്സിനെ ആ ഓർഗനൈസേഷൻ്റെ കോമൺ ഗോൾസ് മനസ്സിലാക്കുക എന്നുള്ളതും അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള എഫേർട്സ് എടുക്കുക എന്നുള്ളതും. അപ്പോൾ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിനേക്കാൾ ഓർഗനൈസേഷൻ്റെ ഇൻട്രസ്റ്റിനായിരിക്കണം മുൻതൂക്കം കൊടുക്കേണ്ടത്. അതാണ് 6th പ്രിൻസിപ്പിൾ. 7th പ്രിൻസിപ്പിൾ ഫെയർ റെമ്യൂണറേഷൻ. ഫയോള് പറയുന്നത് വർക്കേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ റീസണബിൾ ആയിരിക്കണം, ന്യായമായ പേയ്മെൻ്റ് ആയിരിക്കണം വർക്കേഴ്സിന് കൊടുക്കുന്നത്. അത് എംപ്ലോയീസിന് മാത്രമല്ല എംപ്ലോയറിനും ഒരുപോലെ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നതായിരിക്കണം എന്നാണ് പറയുന്നത്. വർക്കേഴ്സ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ ക്വാളിറ്റി ഔട്ട്പുട്ട് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഫെയർ റെമ്യൂണറേഷൻ അവർക്ക് കൊടുത്തെങ്കിൽ മാത്രമേ വർക്കേഴ്സ് സാറ്റിസ്ഫൈഡ് ആവത്തുള്ളൂ. അപ്പോൾ ഫെയർ റെമ്യൂണറേഷൻ പേ ചെയ്യുക എന്നുള്ളതാണ് 7th പ്രിൻസിപ്പിൾ. 8th പ്രിൻസിപ്പിൾ ഇഫക്റ്റീവ് സെൻട്രലൈസേഷൻ. അടുത്തതാണ് ഇഫക്റ്റീവ് സെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കുറച്ച് ആളുകളുടെ കയ്യിൽ മാത്രം അതോറിറ്റി കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനെയാണ് സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. കുറച്ച് ആളുകളുടെ ഉള്ളിൽ മാത്രം അതോറിറ്റി ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതിനെയാണ് സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പം എന്ന് വെച്ചാൽ സബോർഡിനേറ്റ്സിൻ്റെ റോള് ഡിക്രീസ് ആയി പോകുന്നു. ഓക്കെ, അതാണ് സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സബോർഡിനേറ്റ്സിൻ്റെ റോള് ഇൻക്രീസ് ചെയ്യിക്കുന്നതെല്ലാം ഡീസെൻട്രലൈസേഷനും സബോർഡിനേറ്റ്സിൻ്റെ റോള് കുറയ്ക്കുന്നതെല്ലാം സെൻട്രലൈസേഷനുമാണ്. അപ്പം ഒരു ഓർഗനൈസേഷൻ്റെ ബെസ്റ്റ് റിസൾട്ട് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതോറിറ്റി പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യണമെന്നാണ് ഫയോള് പറയുന്നത്. അതായത് ഒരു കുറച്ച് വ്യക്തികളുടെ കയ്യിൽ മാത്രം അതോറിറ്റി ഹോൾഡ് ചെയ്ത് വെക്കാതെ സബോർഡിനേറ്റ്സിൻ്റെ റോളും കൂടെ കൊണ്ടുവരിക എന്നുള്ളതാണ് സെൻട്രലൈസേഷനിൽ ഇഫക്റ്റീവ് സെൻട്രലൈസേഷനിൽ പറയുന്നത്. അതായത് പ്രോപ്പറായിട്ട് അതോറിറ്റിയെ ബാലൻസ് ചെയ്യിക്കണമെന്നാണ് ഫയോള് പറയുന്നത്. 9ാമത്തെ പ്രിൻസിപ്പിളാണ് സ്കെയിലാർ ചെയിൻ. എന്ന് വെച്ചാൽ അതോറിറ്റി ഒരു അൺബ്രോക്കൺ ചെയിനിൽ കൂടെ ടോപ്പ് ടു ബോട്ടം മൂവ് ചെയ്യുന്നതിനെയാണ് സ്കെയിലാർ ചെയിൻ എന്ന് പറയുന്നത്. ഒരു എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും യൂണിറ്റി ഓഫ് കമാൻഡും എൻഷുർ ചെയ്യാനായിട്ട് ഒരു പ്രോപ്പർ ചാനൽ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അത് സുപ്പീരിയറിൽ നിന്ന് സബോർഡിനേറ്റ്സിലേക്കുള്ള ചാനൽ അല്ലെങ്കിൽ ചെയിൻ ആയിരിക്കണം. ക്വിക്ക് കമ്മ്യൂണിക്കേഷൻ എൻഷുർ ചെയ്യാനുള്ളൊരു ലൈൻ ഓഫ് അതോറിറ്റിയാണ് ഗ്യാങ് പ്ലാങ് എന്ന് പറയുന്നത്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ GAQ എന്ന് പറയുന്ന ഒരു ഡബിൾ ലാഡറാണ് സ്കെയിലാർ ചെയിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതെന്ന് വെക്കുക. അപ്പം എഫ് എന്ന് പറയുന്ന ഒരു വർക്കറിന് പിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഇയോട് പറയണം, പിന്നെ ഡിയോട് പറയണം, പിന്നെ സിയോട് പറയണം, പിന്നെ ബി, പിന്നെ എ. അങ്ങനെ O വരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മാത്രമേ എഫിന് പിയുമായിട്ട് സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഒരുപാട് സമയം എടുക്കുന്ന ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണത്, ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഈ സ്കെയിലാർ ചെയിൻ വഴി പോവുകയാണെങ്കിൽ എഫിന് പിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് ലെങ്തി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. എന്നാൽ അതിന് വേണ്ടിയിട്ടാണ് ഗ്യാങ് പ്ലാങ് എന്ന് പറയുന്ന ഒരു ലൈൻ ഓഫ് അതോറിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനകത്ത് പറയുന്നത് ഡിസിഷനും ഡിലേ ആകും. ഇങ്ങനെ കമ്മ്യൂണിക്കേഷന് ഒരുപാട് ലെങ്തി പ്രോസസ്സായിട്ട് വരുമ്പം എന്ത് ചെയ്യും, ഡിസിഷനും ഡിലേ ആയിപ്പോവും. അപ്പം കമ്മ്യൂണിക്കേഷൻ്റെ ഡിലേ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഗ്യാങ് പ്ലാങ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് എഫിന്
പിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇത്രയും ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവസാനം പിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ എഫിന് ഡയറക്റ്റായിട്ട് പിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സിസ്റ്റമാണ് ഗ്യാങ് പ്ലാങ് എന്ന് പറയുന്നത്. സ്കെയിൽ അപ്പ് ചെയ്യാൻ ആവശ്യമാണ്, പക്ഷേ ഡിലേസ് ആൻഡ് ഡിസ്റ്റോർഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സബോർഡിനേറ്റ്സിന് ഒരു ഗ്യാങ് പ്ലാങ് ഉപയോഗിക്കാം എന്നാണ് ഫയോള് പറയുന്നത്. ഒരു സുപ്പീരിയറിൽ നിന്ന് സബോർഡിനേറ്റ്സിലേക്ക് ഒരു വലിയ ചെയിൻ ഉണ്ട്, അത് ആവശ്യമാണ്. പക്ഷേ ഡിസിഷൻ പെട്ടെന്ന് എടുക്കേണ്ട സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഡിസിഷൻ ഡിലേ ആകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഗ്യാങ് പ്ലാങ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ അങ്ങനെ ഒരു ലൈൻ ഓഫ് അതോറിറ്റി വർക്കേഴ്സിന് ഉപയോഗിക്കാമെന്നാണ് ഫയോള് പറയുന്നത്. അടുത്തതാണ് ഓർഡറിൽ പറയുന്നത്, ഈ പ്രിൻസിപ്പിൾ പറയുന്നത് റൈറ്റ് പേഴ്സണെ റൈറ്റ് ജോബിലും റൈറ്റ് മെറ്റീരിയൽ റൈറ്റ് പ്ലേസിലും കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ശരിയായ വ്യക്തിയെ ശരിയായ ജോലിയിലും അതുപോലെ മെറ്റീരിയലൊക്കെ ശരിയായ സ്ഥാനത്തും കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഓർഡറിനകത്ത് പറയുന്നത്. ഒറ്റ വാക്കി പറഞ്ഞാൽ എല്ലാത്തിനും ഒരു പ്രോപ്പറായിട്ടുള്ള പ്ലേസും എല്ലാവർക്കും ഒരു അപ്പോയിൻറ്റഡ് പ്ലേസും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓരോ വ്യക്തിക്കും അവരുടെ ബെസ്റ്റ് സർവീസ് റെൻഡർ ചെയ്യാൻ കഴിയുന്ന ജോലിയിലായിരിക്കണം അവരെ പ്ലേസ് ചെയ്യേണ്ടത്. അതായത് എല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ടായിരിക്കണം എന്നാണ് ഈ പ്രിൻസിപ്പിളിൽ പറയുന്നത്. 11th പ്രിൻസിപ്പിൾ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ് എന്നുള്ളതാണ്. ഫയോള് പറയുന്നത് ഓരോ വർക്കേഴ്സിനെയും ഡ്യൂട്ടി ലോയലായിട്ട് ചെയ്യാൻ ഓരോ മാനേജേഴ്സും എൻകറേജ് ചെയ്യണം. അവിടെ ഫേവറിറ്റിസം ഒന്നും പാടില്ല. എല്ലാ വർക്കേഴ്സിനും ഫെയർ ആയിട്ടുള്ള ഈക്വൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. എല്ലാവരെയും ഒരേപോലെ കാണുക, ഫേവറിറ്റിസം ഇല്ലാതെ എല്ലാവരെയും ഒരേപോലെ കാണുക, എല്ലാവർക്കും ഒരേപോലെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. അടുത്തതാണ് സ്റ്റെബിലിറ്റി ഇൻ ദ ടെന്യൂർ ഓഫ് പേഴ്സണൽ. അതായത് റേറ്റ് ഓഫ് ലേബർ ടേൺ ഓവർ ഹൈ ആകുമ്പം ഓർഗനൈസേഷൻ ഒരു ബാഡ് ഇമേജാണ് ഉണ്ടാകുന്നത്. അതായത് അവിടെ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് ഒരുപാട് നാൾ ആ ഓർഗനൈസേഷനിൽ തുടരാതെ അവർ ആ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പം ആ കമ്പനിക്കൊരു ബാഡ് ഇമേജാണ് ഉണ്ടാകുന്നത്. ഒന്നുകിൽ ആ ജോബ് സെക്യൂർ അല്ല എന്ന് വർക്കേഴ്സിന് തോന്നുന്നതുകൊണ്ടായിരിക്കും. അപ്പം ഓർഗനൈസേഷന് ഒരു ബാഡ് ഇമേജാണ് ഉണ്ടാകുന്നത്. കമ്പനിയിൽ നിന്ന് മാറിപ്പോയ വർക്കേഴ്സിന് പകരം പുതിയ ആളുകളെ സെലക്ട് ചെയ്യുമ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നതും സെലക്ഷൻ പ്രൊസീജിയറിനൊക്കെ ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. അതായത് പിരിഞ്ഞു പോയ വർക്കേഴ്സിന് പകരം ആളുകളെ സെലക്ട് ചെയ്യണം, അവർക്ക് ട്രെയിനിങ് കൊടുക്കണം, ഇതൊക്കെ കോസ്റ്റ് കൂട്ടുന്ന കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെ വർക്കേഴ്സ് പിരിഞ്ഞു പോകുന്നത് തടയാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു സെക്യൂരിറ്റി ഫീൽ കൊടുക്കുക. അതായത് സ്റ്റേബിൾ വർക്ക് ഫോഴ്സാണ് ഓർഗനൈസേഷൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. എപ്പോഴും വർക്കേഴ്സ് ഇങ്ങനെ മാറിപ്പോയാൽ കമ്പനിക്കും അത് ഒരു ബാഡ് ഇമേജാണ്. അതുപോലെ തന്നെ കമ്പനിയുടെ കോസ്റ്റും ഇൻക്രീസ് ചെയ്യിക്കും. അതുകൊണ്ട് തന്നെ സ്റ്റേബിളായിട്ടുള്ള വർക്ക് ഫോഴ്സ് ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത പ്രിൻസിപ്പിളാണ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുമ്പം വർക്കേഴ്സിന് അവരുടെ ഇനീഷ്യേറ്റീവ്നെസ് കാണിക്കാനുള്ളൊരു മോട്ടിവേഷൻ കൊടുക്കുക. ഓരോ വ്യക്തികൾക്കും ചിന്തിക്കാനും അതിനനുസരിച്ച് ഓരോ പ്ലാൻസ് എക്സിക്യൂട്ട് ചെയ്യാനും ഉള്ള ഇനീഷ്യേറ്റീവ് എടുക്കാൻ വർക്കേഴ്സിനെ എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളിൽ ഫയോള് പറയുന്നത്. ലാസ്റ്റ് പ്രിൻസിപ്പിളാണ് എസ്പിരിറ്റ് ഡി കോർപ്സ്. ഈ പ്രിൻസിപ്പിളിൽ പറയുന്നത് ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള വർക്കേഴ്സ് തമ്മിൽ കോപ്പറേഷൻ ഉണ്ടാകണം, അല്ലെങ്കിൽ ഒരു ടീം വർക്ക് ഉണ്ടായിരിക്കണം. എസ്പിരിറ്റ് ഡി കോർപ്സ് എന്ന് പറയുന്നത് ലിറ്ററലി പറയുവാണെങ്കിൽ ഒരു വ്യക്തി അയാൾ ഉൾക്കൊള്ളുന്ന ഗ്രൂപ്പിനോട് കാണിക്കുന്ന ലോയൽറ്റി അല്ലെങ്കിൽ ആ വ്യക്തി ഉൾക്കൊള്ളുന്ന ഗ്രൂപ്പിനോട് ഉള്ള ഡിവോഷനാണ് എസ്പിരിറ്റ് ഡി കോർപ്സ് എന്ന് പറയുന്നത്. ഹാർമണി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാനേജർ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള എഫേർട്ട് എടുത്തിരിക്കണം. ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് കോപ്പറേഷൻ ഇല്ലാത്ത വർക്കേഴ്സാണ് ഉള്ളതെങ്കിൽ ഒരിക്കലും ആ ഓർഗനൈസേഷന് വിജയിക്കാൻ പറ്റത്തില്ല. ഓർഗനൈസേഷനെ കുറിച്ചും മാനേജ്മെൻറ്റിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസിനെ കുറിച്ചും പഠിച്ചു. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണാം.